ഹലോ ഗെയ്സ്, ഇന്ന് ഉച്ചയ്ക്ക് ചോറിനാ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മീൻ കടയുടെ മുന്നിലെത്തിയപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടോ, കുറച്ച് മത്തിയും കുറച്ച് കൊഞ്ചനൊക്കെ വാങ്ങി. പക്ഷേ വളരെ വില കുറവായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങി ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടോ. ശ്രുതിനെ തുറന്നപ്പോൾ തന്നെ മുപ്പത്തിയേഴ് ചട്ടിയിലിട്ട് മീൻ നന്നാക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അങ്ങനെ തുടങ്ങിയപ്പോൾ കണ്ണന് പോകൊക്കെ കൂടിയുണ്ട്. എല്ലാവരും കൂടി മീൻ നന്നാക്കുക കേട്ടോ. അങ്ങനെ കണ്ണൻ സ്ഥിരമായിട്ട് ഇവിടെ മീൻ വാങ്ങുമ്പോൾ ഒരു പൂച്ചയ്ക്ക് മീൻ കൊടുക്കുന്നൊരു സ്വഭാവം കണ്ണനുണ്ട് കേട്ടോ. കണ്ണനത് നല്ലൊരു മീൻ അടിച്ച് മാറ്റിയിട്ട് നേരെ പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയിൽ കൊഞ്ചം കണ്ണൻ പോവുക കേട്ടോ മുറ്റത്തേക്ക്. അങ്ങനെ കണ്ണൻ തോന്നവരും പൂച്ചേനൊക്കെ നോക്കി നിന്നിട്ടോ. പൂച്ചനെ വിളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കണ്ണൻ്റെ അടുത്തേക്ക് പൂച്ച വരുന്നില്ല കേട്ടോ. അങ്ങനെ കണ്ണൻ എന്ത് ചെയ്ത് ദേഷ്യം പിടിച്ചിട്ട് ആളൊരു മത്തിയും കൈ വെച്ച് കൊടുത്തിട്ട് കണ്ണൻ കൊണ്ട് മാറി നിന്നിട്ടോ. പൂച്ച വന്ന് നിന്നായിരിക്കും വിചാരിച്ച് കണ്ണൻ ഒരുപാട് നേരം നോക്കി നിന്ന്. അങ്ങനെ പൂച്ചൊന്നും വരുന്ന കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി ആ മീനൊക്കെ നന്നാക്കി ഏകദേശം കഴുകി വൃത്തിയാക്കുക കേട്ടോ. അങ്ങനെ കയറ്റി ഞങ്ങൾ ആ മീനിലേക്ക് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാനൊരു പരിപാടി കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ആ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വാട്ടാനുള്ളത്. അങ്ങനെയൊക്കെ വാട്ടിയിലും കൂടി സെറ്റാക്കി വെക്കുമ്പോഴാണ് കണ്ണൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ആ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പൂച്ച വന്ന് മീൻ നിന്ന് പോയിട്ടോ. പക്ഷേ നമ്മളെ ക്യാമറയിൽ മാത്രം പൂച്ച ഒടുങ്ങിയില്ല കേട്ടോ. അങ്ങനെ ആ മത്തി നേരെ അടുപ്പത്ത് കയറ്റി മത്തിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുകയാണ്. അതൊക്കെ വാട്ടി കഴിഞ്ഞ് അതിലേക്ക് കൊഞ്ചിടാനൊരു പരിപാടി കേട്ടോ. അങ്ങനെ കൊഞ്ചിടാൻ നിൽക്കുമ്പോഴാണ് വാവു എന്ന് പറയുന്നത്. ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞാൽ വാവു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാവും കണ്ണനും എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് കൊഞ്ചനൊക്കെ അതിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. അങ്ങനെ കൊഞ്ചനൊക്കെ ഇട്ട് അടുപ്പത്ത് മൂടി വെച്ച് തട വളവളാന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല മണം ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 2 മണി സമയം കഴിഞ്ഞിട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചോറ് നമ്മളേക്ക് 3 മണിയായിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ചോറൊക്കെ എടുത്ത് വെച്ച് അടിക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ഇതാ നല്ല മത്തി പൊരിച്ചതും കൊഞ്ചം കറിയൊക്കെ കൂട്ടിയിട്ട് വാവും കണ്ണനൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ ഞാനും ശ്രുതിയും കൂടി വരെ കൊടുത്ത് കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കണ്ണന് ഭയങ്കര കുറച്ച് എരിവ് കൂടിയും തോന്നുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പേരിയും പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടണം.